എങ്ങനെയൊക്കെയാണ് വേണ്ടേ? ഐസ് കുറച്ച് ഒരു ഗ്ലിറ്ററിങ് ആയിക്കോട്ടെ, പിന്നെ ലിപ്പ് കുറച്ചൊരു റെഡ് കളറ്, കുറച്ച് ഡാർക്ക് ലിപ്സ്. പക്ഷെ ഓവറായി ഇങ്ങനെ പറയരുത് ആൾക്കാർ. ഓക്കെ, ഫുള്ള് പെയിന്റ് അടിച്ച് ഇറങ്ങി എന്നുള്ളത് പറയരുത്. പക്ഷെ നമുക്കെല്ലാം വേണം, അത്യാവശ്യം വേണം. പക്ഷെ എന്നാലും കണ്ടാൽ തോന്നുകയും ചെയ്യരുത്. ഓക്കെ, ഐബ്രോ ഇങ്ങനെ വരച്ച പോലെ ആക്കണ്ട. ഐബ്രോ കുറവാണ്. ഇത്രയും ഇങ്ങനെ തന്നെയാണോ യൂഷ്വലി എടുക്കാറ്? ഇത്ര കയറ്റിയിട്ട് തന്നെയാണോ എടുക്കാറ്? ഇങ്ങനെ ഇങ്ങനത്തെ ഐബ്രോ ആകുമ്പോഴേ ഇത്ര കയറ്റി എടുക്കാതെ ചൂടെ നമ്മൾ താഴ്ത്തിയിട്ട് എടുക്കുകയാണ്. ഈ മേലഭാഗം താഴ്ത്തിയിട്ട് താഴെ കുറച്ചുകൂടെ താഴെ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ണും ഈ ഇതും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഇത്രയും വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇയാളെപ്പോഴും ഇങ്ങനെ ഇത്രയും ലിഫ്റ്റ് ചെയ്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് കണ്ണൊന്നും ഇങ്ങനെ മേലോട്ടേക്ക് പോയ പോലെയല്ലേ കാണുമ്പോൾ. പക്ഷെ അതിന് പകരം ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വിട്ട് നമുക്ക് ഇവിടെ വളരണം. ഇത് വളർന്നതിനിപ്പോൾ എൻ്റെ ഐബ്രോക്ക് അല്ലേ, ഇതേപോലെ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും, ഇത്രയും ലിഫ്റ്റ് ചെയ്യാണ്ട്. അങ്ങനെ വരുമ്പം ഇവിടെ ഈ ബൾജിങ് ഉണ്ടാവില്ല. ഇത് ഇത്രയും ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ബൾജിങ് വരുന്നത്. ഇങ്ങനെ ഐബ്രോ ഉള്ള ആൾക്കാർ ശരിക്കും ഇങ്ങനെ ഇത്രയും ലിഫ്റ്റ് ചെയ്തിട്ട് എടുക്കരുത്, മേലേക്ക് കുറച്ച് ഡൗൺ ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ വരുമ്പം അത്ര ആ ഒരു പ്രശ്നം തോന്നില്ല. നമ്മൾ ഇന്നാണ് കാണുന്നത് അല്ലേ. ഞങ്ങൾ ഫോണിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ബ്രൈഡാണ് എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവറിത്തിങ്. ത്രെഡിങ് ഒന്ന് മാറ്റിക്കൊണ്ടിരണം കേട്ടോ, അത്രയും ഇത് വേണ്ട. കാരണം കുറച്ചൊരു ചബ്ബി ഫേസ് അല്ലേ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഐസ് ഭയങ്കര ഹൂഡഡായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് ഫ്രീ ഹെയർ, കുറച്ച് ഗ്ലാമി ലുക്ക് അല്ലേ. ഓക്കെ, മേലേക്ക് നോക്കി, താഴേക്ക് നോക്ക്, താഴേക്ക് നോക്കിക്കോ. ഇങ്ങനെ ഇതവിടേക്ക് നോക്ക്. ഓക്കെ, താഴേക്ക് നോക്കുമ്പോൾ താഴേക്ക് നോക്കുന്നില്ല. ഹെയർ ഇതേപോലെ ടോങ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ഇതേപോലെ ഷൈൻ സ്പ്രേ അടിക്കുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഷൈൻ സ്പ്രേ അടിക്കരുത്, ഹാർഡ് സ്പ്രേ മാത്രമേ അടിക്കാൻ പാടുള്ളൂ. കാരണം ഷൈൻ സ്പ്രേ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്ത ഹാർഡ് സ്പ്രേ തന്നെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണിത്. അപ്പം നമ്മൾ ഇത് ഹാർഡ് സ്പ്രേൻ്റെ പുറത്ത് ഷൈൻ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും, നമുക്ക് ആ കേൾസ് ലാസ്റ്റിങ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കേളിങ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഷൈൻ സ്പ്രേ യൂസ് ചെയ്യരുത്. നമ്മൾ കണ്ണാടി നോക്കാതെ ചെയ്ത ഹെയറും കണ്ണാടി നോക്കാത്തൊരു ബ്രൈഡും വളരെ കൂളായിട്ട് ട്രസ്റ്റ് ചെയ്തിരുന്നതല്ലേ നൗഫിയ? കാരണം കണ്ണാടി നോക്കാണ്ട് നമ്മൾ ഹെയർ അടക്കം ചെയ്തത്. യൂഷ്വലി നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിലിരുത്തിയിട്ടാണ് ഹെയർ ചെയ്യുക. കണ്ടില്ലേ മോളെ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം? ഇഷ്ടമായോ? കാരണം ഒരുപാട് ഡ്രീമുള്ളൊരു ബ്രൈഡാട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ആ സമയത്തിന് എത്താൻ ക്ലാസ് കഴിയാത്തതുകൊണ്ട് BP കൂടിപ്പോയി എന്ന് പറഞ്ഞ ബ്രൈഡാണ്. വല്ലാതെ സ്വെറ്റ് ചെയ്യുന്ന ബ്രൈഡ്സ്, എപ്പോഴും ബ്രൈറ്റ് ബോയ് ആയിട്ടുള്ള കുട്ടികൾ, ഇനി അല്ലാത്തവരും സ്കിൻ എപ്പോഴും സ്വെറ്റ് ആവുന്ന ആൾക്കാർ എപ്പോഴും കയ്യിൽ ഇങ്ങനത്തെ ഈ പേപ്പർ വാങ്ങിച്ചു വെക്കുക. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ബ്ലോട്ടിംഗ് പേപ്പറിന് സെർച്ച് ചെയ്താൽ മതി, ലിങ്ക് ചോദിക്കരുത്. ബ്ലോട്ടിംഗ് പേപ്പറിന് ആമസോണിൽ സെർച്ച് ചെയ്ത് തന്നെ ഈ സംഭവം കിട്ടും. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പേപ്പേഴ്സും ഉണ്ടാവും, ഒരു പഫും ഉണ്ടാവും. ഇത് സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഫേസിൽ വെക്കുക, ഈ പഫ് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പം അത് മാത്രം ഈ പേപ്പർ നമ്മളിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിലും ശരി, സ്വെറ്റ് ആണെങ്കിലും ശരി, അത് ഈ പേപ്പർ അബ്സോർബ് ചെയ്ത് കളയും. അതുകൊണ്ട് ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതല്ല കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വല്ലാണ്ട് സ്കിന്ന് ഓയിലി ആയി മാറുന്ന ആൾക്കാർ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ട് എപ്പോഴും കയ്യിൽ കരുതുക. ഈ പേപ്പർ ജസ്റ്റ് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഈ പഫില്ലേ അത് അതിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആ സ്വെറ്റ് മാത്രം ഈ പേപ്പർ അങ്ങ് അബ്സോർബ് ചെയ്ത് കളയും. ഇയാൾക്ക് ഇപ്പം ഈ അപ്പർ ലിപ്പ് ഏരിയ അല്ലേ, അപ്പോൾ ഒന്ന് ലിപ്പ് ഇങ്ങനെ ഇതേപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വെക്കുക, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത് നമ്മൾ കൈ വെച്ച് തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ പിടിക്കാം. അപ്പം വിരൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് അങ്ങനെ പ്രസ് ചെയ്താൽ മതി. ബ്ലോട്ടിംഗ് പേപ്പർ വെക്കുക, അതിൻ്റെ മേലെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നൗഫിയ വെഡ്ഡിങ് റെഡിയായി. എങ്ങനെയുണ്ട്? പോയി കണ്ണാടി പോയി കണ്ടില്ലേ? ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? കുറേ പ്ലാൻ ചെയ്തതാണല്ലോ. കണ്ണിൻ്റെ അന്ന് തോന്നിയ പ്രശ്നം ഇപ്പോൾ തോന്നുന്നില്ലല്ലോ? കണ്ണോ ഇതായും തോന്നുന്നത് ഓക്കെ അല്ലേ? അപ്പം ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്. അപ്പം ഇഷ്ടമായി. അപ്പം താങ്ക് യു സോ മച്ച്.